পঢ়ি তোৰ ঘৰ বেটা পঢ়ি তোৰ ঘৰ যোৰহাটৰ কোন জেগা ৰজামাৰী বিহু কলনী তোৰ ঘৰ বাবা চামগুৰি তোৰ ঘৰ চামগুৰি सब जानो ना राजनीति जानो कौन की एमएलए उठे की है नी दुटा बीजेपी मेम्बर আছে আৰু কিবা কথা আছে নেকি সব ঠিক ঠাক আছে তাতে হেলিকপ্টাৰটো অলপ ওচৰৰ পৰা চাব খুজিছে নেকি करके लाइन ঠিক আছে এটা ভাল করে ওচৰ পাছা হেলিকপ্টাৰটো তুমি টাচ নকৰিবা পুৰা ঘূৰি পেলাই চা পুৰা ঘূৰি পেলাই ফটো চৰ হেলিকপ্টাৰৰ লগত ফটো ভাল কৰি চা অলপ উঠি চাব ইচ্ছা আছে নেকি നമസ്കാരം. നമ്മളിപ്പോൾ കണ്ടത് ജനങ്ങളെ പേടിയുള്ള ഇരട്ടച്ചങ്ങൻ പിണറായി വിജയൻ കുട്ടികളുമായി സംവദിക്കുന്ന ദൃശ്യങ്ങളല്ല, മറിച്ച് മുതിർന്നവരായാലും കുട്ടികളായാലും അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്ന അസമിലെ BJP മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കുട്ടികളുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കാസിരംഗയ്ക്ക് സമീപമുള്ള മദ്രസ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം കുട്ടികളെ കാണുക മാത്രമല്ല, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ചോദിച്ചറിയുകയും താനെത്തി ഹെലികോപ്റ്റർ അടുത്ത് കാണാനും തൊടാനും ആഗ്രഹിച്ച കുട്ടികൾക്ക് അവരുടെ ആഗ്രഹവും ഹിമന്ത ബിശ്വ ശർമ്മ സാധിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കുട്ടികളെ ആശംസിക്കുകയും ചെയ്യുന്നു. അതേസമയം അവർ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന്റെ കൈകളിൽ മുറുകെ പിടിച്ച് തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്നാലും നമുക്കും, അതായത് കേരളത്തിനും ഒരു മുഖ്യമന്ത്രിയുണ്ട്. ജനങ്ങളെ പേടിക്കുന്ന ഇരട്ട ചങ്കുള്ള ഒരു മുഖ്യമന്ത്രി. ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു 18 ലക്ഷം രൂപയൊക്കെ മുടക്കി ഖജനാവിൽ നിന്നും മുടക്കിക്കൊണ്ടാണ് ഒരു സ്റ്റേജ് കെട്ടി വിദ്യാർത്ഥികളുമായി സംവദിച്ചിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. കാരണം പത്രക്കാരെ പോലും അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. വിദ്യാർത്ഥികൾക്ക് ചോദ്യം അങ്ങോട്ട് കൊടുത്ത് ചോദിപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ നാട്ടിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ഖജനാവിൽ നിന്നും ഒരു പൈസ പോലും ദൂർത്തടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഈ വീഡിയോ. പക്ഷേ അറിവും സംസ്കാരവും അതിനുള്ള ഒരു മനസ്സും വേണമെന്ന് മാത്രം.